പ്രിയപ്പെട്ടവരെ, ഈലക്കമാഴ്ചവട്ടം പരിശോധിക്കുന്നത് ഇഡിയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളെ പറ്റിയാണ്. രാഷ്ട്രീയ എതിരാളികളെ, കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ചു വിട്ട് തകർക്കുകയും BJPക്ക് ആവശ്യമായ ഫണ്ട് പിരിക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇപ്പോൾ BJP സ്വീകരിച്ചു വന്നിരിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വന്നിരിക്കുന്ന ഒരു രീതിയാണ്. രാജ്യമാകെ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും എല്ലാം പേരിൽ കേസ് എടുത്ത് ഇഡി നടത്തുന്ന അന്വേഷണങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് BJPക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വേട്ടയാടൽ മാത്രമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരായ BJPക്ക് വേണ്ടി ചെയ്യുന്ന കൂലിപ്പണി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയേണ്ടി വരും. ഒരു വിഷയത്തിൽ ഒരു ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഏജൻസി അതിൻ്റെ തുടർച്ചയായിട്ട് വരികയാണ്. അതിൻ്റെ പിന്നാലെ വേറൊരു കേന്ദ്ര ഏജൻസി കൂടി വരുന്നു. ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവം തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈ രീതി പ്രയോഗിച്ച് സ്വീകരിച്ചുകൊണ്ട് വിരട്ടിക്കളിയാം എന്ന്, ഇടതുപക്ഷത്തെ വിരട്ടിക്കളിയാമെന്ന് ഇഡിയും അവരെ വെച്ച് ഇത്തരം വേട്ടയാടലുകൾ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്ന BJPയും കരുതുന്നത് മൗഢ്യമായിരിക്കും. അതുവഴി ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുകയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുകയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് അവരുടെ തെറ്റായ ധാരണ. ഇത് കേരളത്തിൽ ഒരു കാരണവശാലും അത് ചെലവാകാൻ പോകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇതിലും എത്രയോ വലിയ വേട്ടയാടലുകളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതിനു മുമ്പുമെല്ലാം കേരളത്തിൽ ഒട്ടേറെ തവണ നടന്നിട്ടുണ്ട്. ജനങ്ങൾ അതിനോടെല്ലാം പ്രതികരിച്ചത് കഴിഞ്ഞകാല അനുഭവങ്ങൾ നാം കണ്ടതാണ്, ചരിത്രത്തിൽ നാം കണ്ടതാണ്. തങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന, അതുപോലെ തന്നെ തങ്ങൾക്ക് എതിരായി ശബ്ദമുയർത്തുന്ന എല്ലാവരെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടി നാവടപ്പിക്കാം. ഇതാണ് BJPയും RSSും എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ആവർത്തിച്ച് ജനങ്ങൾ ഉറപ്പിച്ച് നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തതും BJPയുടെ രാഷ്ട്രീയ ദുഷ്ട ലാക്ക് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അത്തരമൊരു നീക്കം തന്നെയാണ് അവിടെ നടന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും എല്ലാം അട്ടിമറിക്കാമെന്നാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. അവർ കരുതുന്നത് ആ നിലയിലാണ്. ഇവിടെ ഇപ്പോൾ BJP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ ഉപയോഗിച്ച് നടത്തുന്ന നീക്കം സംസ്ഥാന സർക്കാരിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും എല്ലാം തകർക്കാമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. കാരണം സംഘപരിവാറിന്റെ എല്ലാ കാലത്തെയും ഒരു നമ്പർ 1 ശത്രു തന്നെയാണ് CPMും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായിയുമെല്ലാം. കാരണം രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധമുയരുന്നത് കേരളത്തിലാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ നായകസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായിയാണ് എന്നത് അവർക്ക് വെപ്രാളമുണ്ടാക്കുന്നു. ഇത് സംഘപരിവാറിനെ വലിയ തോതിൽ അലോസരപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്കലാപ്പിലാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. RSSന്റെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി അടുത്ത വർഷം ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള തുടക്കമിടാനാണ്, അതിൻ്റെ നീക്കങ്ങൾക്ക് വേഗത കൂട്ടാനാണ് BJPയും സംഘപരിവാരും ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. അതിനേറ്റവും ഭീഷണിയായി തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനവും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ നായകസ്ഥാനത്തുള്ള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായിയെയും അതുപോലെ CPMനെയും ഇടതുപക്ഷത്തെയും വേട്ടയാടാൻ BJP ഇപ്പോൾ EDയെ തന്നെ ഉപയോഗിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങൾക്കെതിരെ വരുന്ന എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് RSSന്റെ കൃത്യമായ അജണ്ട. സാമ്പത്തികമായി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കി തകർക്കാമെന്ന ലക്ഷ്യം വിജയം കാണാതെ പോയി.
അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളെ കട്ടഴിച്ചു വിട്ട് കേരളത്തെ കുട്ടിച്ചോറാക്കാം, തകർക്കാം എന്നുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ മുമ്പിലും, ഇത്തരം നീക്കത്തിന്റെ മുമ്പിലും കേരളം ഒരു കാരണവശാലും കീഴടങ്ങാൻ പോകുന്നില്ല. നിയമപരമായി തന്നെ പോരാടും എന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്, സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയും മസാല ബോണ്ടിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണമല്ല, യഥാർത്ഥത്തിൽ അതൊരു വേട്ടയാടൽ തന്നെയാണ്. സഖാവ് ഐസക്കിനെതിരായിട്ട് എന്ത് തെളിവ് എന്നാണ് EDയോട് കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് കേരളത്തെ തകർക്കാനുള്ള സംഘപരിവാറിന്റെ ഇത്തരം കൃത്യമായ അജണ്ടകൾക്ക് അല്ലെങ്കിൽ ശ്രമങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഏത് കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയാലും അതിപ്പോൾ EDയോ CBIയോ ആര് തന്നെ വന്നാലും നിയമപരമായി നടന്ന ഇടപാടുകൾക്കെല്ലാം അതിൻ്റെതായ രേഖകളുണ്ട് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്, ബന്ധപ്പെട്ടവരെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് അന്വേഷണം അവർ നടത്തിയാലും അത് ഈ രേഖകളെല്ലാം മുമ്പിലുള്ള കാലത്തോളം ഒന്നും ഭയക്കേണ്ടതില്ല എന്നുള്ളതും വെട്ടിത്തുറന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസ് നൽകുക, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിളിച്ചു വരുത്തി മാധ്യമങ്ങൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച അതേ രീതികൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് EDയുടെ നീക്കം. അത് പ്രതിരോധിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ മുൻപിലുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഏതാണ്ട് 8500 കോടിയിലധികം കള്ളപ്പണം കിട്ടിയതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഏജൻസികൾ EDയോ മറ്റ് ഏജൻസികളോ ഒന്നും തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇത്തരം നീക്കത്തിനെതിരെ ഈ ഇന്ത്യ എന്ന രാഷ്ട്രീയ കൂട്ടായ്മ തന്നെ സംയുക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്ന കാര്യവും നമ്മുടെ വാർത്തയായി നമ്മുടെ മുമ്പിലുണ്ട്. ED കേസെടുത്ത സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെ എത്രയോ ക്രിമിനൽ പണക്കാരിൽ നിന്ന്, സമ്പന്നരിൽ നിന്നും BJP സ്വീകരിച്ചത് ആയിരക്കണക്കിന് കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരായി ഡൽഹി മദ്യനയ കേസിൽ പ്രതിയായ ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയാണ് ED തെളിവുണ്ടാക്കാൻ നോക്കിയത്. അതേ റെഡ്ഡിയിൽ നിന്ന്, ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്നും 34 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് BJP സ്വീകരിച്ചത് എന്നുള്ള വാർത്തയും മാധ്യമങ്ങളിലൂടെ കാണാനായി. ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അധോലോക സംഘങ്ങളെ പോലെയാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായി ആ നിലയിൽ തന്നെയാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു പോകുന്നത് എന്ന് ബോധ്യമാകുന്ന, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം, കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെല്ലാം എന്ന് നമുക്ക് കൃത്യതയോടെ കാണാനാകും. ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ ഇത്തരം നീക്കങ്ങൾക്കെതിരായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരത്തിൽ ഏത് വിധേനയും തിരിച്ചു വരുന്നതിന് എന്ത് ഹീനമായ മാർഗവും സ്വീകരിക്കുക എന്ന വഴിവിട്ട ഈ നില സ്വീകരിക്കുന്നതിനെതിരായി അതിശക്തമായ ജനകീയ അഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്, പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ഒരു കാരണവശാലും വിജയത്തിലെത്താൻ പോകുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറുള്ളത്.